സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രമാണ്, നമ്മൾ വെറുതെ പറയുന്നതാണ്. സർ, എന്നാ പിന്നെ കോൺട്രാക്ടർമാർക്കുള്ള ബില്ലാണ് കൊടുത്തൂടെ ധനകാര്യമന്ത്രി? എന്തിനെത്ര ഉഷാറാണെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ ഉപകരണങ്ങൾ വാങ്ങിയതിന്റെ ബില്ലൊന്ന് കൊടുത്തൂടെ? എത്ര ഉഷാറാണെങ്കിൽ അതങ്ങോട്ട് കൊടുത്തൂടെ? ഒന്നും കൊടുക്കുന്നില്ലല്ലോ. എല്ലാവർക്കും അറിയാം വളരെ മോശമാണ് കാര്യങ്ങൾ. പൊളിഞ്ഞ തറവാട്ടുകാരെ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും, ഒന്നിനൊട്ട് കാശ്. നാട്ടിലൊക്കെ നടക്കുമ്പോ ട്രില്യൺ ബില്യൺ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വലിയ വലിയ ബോർഡ്, ട്രില്യൺ ലക്ഷ്യം. എന്നാ പിന്നെ ഈ ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പാവപ്പെട്ട ആളുകൾ ഉച്ചക്കഞ്ഞി, അതുപോലെ തന്നെ മലബാറിലൊക്കെ 70, 60, 80 കുട്ടികളെ വെച്ച് ഒരു ക്ലാസ് പഠിപ്പിക്കുക. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അപ്രൂവലിന്റെ കാര്യം പറഞ്ഞു. ആർക്കെങ്കിലും ശമ്പളം? എല്ലാ ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ വന്ന് കിടക്കുകയല്ലേ? നിങ്ങൾ ഈ നമ്പർ 1 ആവാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രസംഗിച്ച പിന്നെ പൊന്നാനി മെമ്പർ ഉൾപ്പെടെ എല്ലാവരും ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒറ്റ ചാട്ട. കേരളത്തിൽ നേരെ UP-യിലേക്ക് ഒരൊറ്റ ചാട്ട. തമിഴ്നാടായിട്ട് കമ്പയർ ചെയ്ത് നോക്കണ്ടേ? നമ്പർ 1 എന്നുള്ളത് പഴയ സ്റ്റാറ്റസ് ആണ്. ഇപ്പത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ആണ്. ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലം ഉണ്ടായിരുന്നു, ആന്റണി ഗവൺമെന്റ് കാലം ഉണ്ടായിരുന്നു, അതുപോലെ മുമ്പോട്ടായിരുന്നു. ചെലവ് ചുരുക്കൽ ഇല്ലേ? ചെലവ് ചുരുക്കുക എന്ന് പറഞ്ഞ പരിപാടി തന്നെ നിങ്ങൾക്ക് ചെയ്തോട്ട് സമ്മതിക്കൂല. മാനവീയം, കേരളീയം, അതുപോലെ തന്നെ പലതും ഒരു കാര്യത്തിലും ദൂരത്തിൽ പരസ്യം കൊടുക്കല്, ബോർഡ് എഴുതി വെക്കല്. ഞാൻ അതാ പറഞ്ഞത്, മേനി നടിക്കുന്ന കാര്യത്തിൽ യാതൊരു കുറവുമില്ല. അപ്പൊ ഇന്ന് UP-യും ബീഹാറും പോയിപ്പോ അമേരിക്ക കമ്പയർ. നിങ്ങൾ ട്രംപിന്റെ അവസ്ഥ മനസ്സിലാക്കണ്ടേ എന്നാണ് ഒരു മെമ്പർ അവിടുന്ന് ചോദിച്ചത്. സാറ്, ട്രംപിന്റെ അവസ്ഥ വളരെ മോശം തന്നെയാണ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം കൂടി ഒരു ദിവസം പൊട്ടും. നമ്മളും കൂട്ടത്ത് പൊട്ടണോ എനിക്ക് അറിഞ്ഞൂടാ, ധനകാര്യമന്ത്രി അങ്ങ് പറയും. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒന്ന് നോക്കി പൈസ ഇല്ലാന്നൊക്കെ സമ്മതിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് ആലോചിച്ച് ഈ ആവശ്യമില്ലാത്ത ചെലവൊക്കെ ഒന്ന് ചുരുക്കി കേന്ദ്രത്തിൽ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നോക്കാം. ഞങ്ങൾ എപ്പോഴെങ്കിലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ നിങ്ങളിങ്ങനെ എല്ലാം ഉഷാറാണ്, നമ്പർ 1, യാതൊരു കുഴപ്പമില്ല എന്ന് പറയും ചെയ്യും, ഒന്നൊട്ട് നടക്കൂല. ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഈ മെമ്പർമാരെ കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ മെമ്പർമാരെ കൊണ്ട് അവർക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യം പറയിക്കരുത്. ഒരാൾക്കും ഇത് ബോധ്യമില്ല.